കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയോട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഓട്ടോയ്ക്ക് മുമ്പിലേക്ക് കാറ് ഓടിച്ച് കയറ്റാനായിട്ട് പറയുവാണ്ടോ ആ ഗുണ്ടകൾ. അങ്ങനെ അർച്ചനക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ പറഞ്ഞതെല്ലാം അനുസരിക്കുവാണ് സച്ചി. അങ്ങനെ മോളിക്കുട്ടിയുടെ ഓട്ടോയുടെ മുമ്പിലേക്ക് കയറ്റി വണ്ടി നിർത്തുവാണ്ടോ സച്ചി. ഈ സമയം ആ ഗുണ്ടകൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം ആ ഒരു മെയിനായിട്ടുള്ള ഗുണ്ട കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുക. എടി, നേരത്തെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്നത്തോടെ നിൻ്റെ കഥ കഴിയോടി. അതിനുള്ള സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അയാളുടെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയുണ്ടല്ലോ, അതെടുത്ത് കൃഷ്ണയുടെ നേരെ പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അതുകൊണ്ട് സച്ചി അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷ്ണക്ക് നേരെ അയാൾ ആ കത്തി വാങ്ങുമ്പോഴേക്കും സച്ചി അയാളുടെ കൈ കയറി പിടിക്കണേണ്. താൻ ആരാടോ? താനെന്തിനാ ഈ കുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? മര്യാദക്ക് ഇവളെ വെറുതെ വിട്ടോ. അന്നേരം സച്ചിയോട് അയാൾ ദേഷ്യപ്പെടണേ. നീ ആരാടെ ഇതിൻ്റെ വരാൻ? ഇതിലെ നിനക്ക് ഒരു റോളും ഇല്ല. നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. നീ വേഗം ഇവിടുന്ന് ഇവളെയും കൂട്ടിപ്പൊക്കോ. പക്ഷേ ഇക്കാര്യത്തിൽ നീ ഇടപെടാൻ വന്ന ആളുണ്ടല്ലോ, ഇവളെ രക്ഷിക്കാൻ വന്ന നീയും എൻ്റെ കയ്യിൽ നിന്ന് മരണം ഇറന്നു വാങ്ങുന്നത് പോലെയാകും. മാറി നിൽക്കടാ അങ്ങോട്ട് എന്നും പറഞ്ഞ് സച്ചി ഒറ്റത്തള്ളുതള്ളുവാണ് കേട്ടോ. ഈ സമയം അത് കാണുന്നതും അർച്ചനയുടെ നെഞ്ചൊന്ന് പിടക്കുന്നുണ്ട്. സച്ചിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലാൻ തോന്നുവാണ്. എന്നാൽ അർച്ചന എല്ലാം മനസ്സിലൊതുക്കി അവിടെ ടെൻഷനോട് കൂടി സച്ചിയെ തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ആ ഗുണ്ടയുടെ കൂടെയുള്ള ബാക്കി രണ്ടുപേരുണ്ടല്ലോ, അവർ ആ സമയത്ത് അങ്ങോട്ടേക്ക് കഴിഞ്ഞു വരുന്നൊരു പാമ്പിനെ കണ്ടിട്ട് ഭയന്നോടുവാൻ. ആശാനെ, ഞങ്ങളതാ കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നേക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഓടിക്കളയുവാണ്. ഇതേ സമയത്ത് തന്നെ നവീൻ്റെ കാറും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നവീനും മാണിക്കുഞ്ഞും കാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം കൃഷ്ണയെ കാണുന്നതും നവീൻ ഗാഥയെന്നും വിളിച്ച് കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുക. അന്നേരം ആ ഗുണ്ട നവീനെ തടഞ്ഞു നിർത്തണേ. എങ്ങോട്ടടാ നീ? മാറി നിന്നോ. ദേ, എൻ്റെ കയ്യിലെന്താണോ ഉള്ളതെന്ന് കണ്ടല്ലോ. ഇത് വെച്ചിട്ടൊരു വീശിയാലുണ്ടല്ലോ, നിൻ്റെ തലയോടലും വേർപെട്ട് രണ്ടായി കൺമുമ്പിൽ കിടക്കും. ചോര തെറിക്കും. വെറുതെ എന്നെ കൊണ്ട് ഇവിടെ ഒരു ചോരപ്പുഴ ഒഴിപ്പിക്കല്ലേ നീ. അന്നേരം അയാളുടെ ആ ഭീഷണിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നവീൻ്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന ഒരു തോക്കുണ്ടല്ലോ, തോക്കെടുത്ത് അയാൾക്ക് നേരെ നീട്ടുവാണ്. എന്നിട്ട് പറയണേ, നിങ്ങളുടെ കയ്യിൽ കത്തി ഉണ്ടാവും, എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്നുണ്ടോ? തോക്കും. ഇത് വെച്ച് ഞാനും ഒന്ന് ഷൂട്ട് ചെയ്താലുണ്ടല്ലോ, നിങ്ങളുടെ തലയെ പൊട്ടിച്ചിതറും. അതുകൊണ്ട് മര്യാദക്ക് സ്ഥലം വിടാൻ നോക്ക്. ഇത് ഞാൻ കൊണ്ടു നടക്കുന്നത് ചുമ്മാ നിങ്ങൾ കാണിക്കുന്നത് പോലെ പേടിപ്പിക്കാനല്ല. ഇത് വെച്ചൊന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുമെന്നറിയാലോ. മര്യാദ കൂടൊന്നും പോകാൻ നോക്ക്. അങ്ങനെ നവീത ഭീഷണിയിൽ അയാൾ പേടിച്ചു പോകുവാണ് കേട്ടോ. അയാൾ കൂടുതൽ ഇഷ്ടത്തിലൊന്നും നിൽക്കാതെ അവിടെ നിന്ന് ഓടിക്കളയുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും നവീൻ സച്ചിയെ കാണുന്നത്. ആ സച്ചിയേട്ടനല്ലേ നെല്ലിശ്ശേരിയിലെ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാൻ സാധ്യതയില്ല, ചെറുതായിരുന്നപ്പോൾ കണ്ടതല്ലേ. ഞാൻ നവീൻ. ആ നവീനെ, നീയായിരുന്നു? അയ്യോ, സത്യം പറയാലോ, നീ ഒത്തിരി ചെറുതിൽ കണ്ടതാണല്ലോ. നീ ആളാകെ മാറിപ്പോയി, വല്ലാതെ അങ്ങ് വളർന്നു. ഇതാരാ? വൈഫാണോ? വൈഫോട്ട് ക്ഷേത്രത്തിൽ വന്നതാണോ? ഈ സമയം സച്ചി പറയണേ, അത് പിന്നെ ഞാനിവിടെ ഒരു ഓട്ടത്തിൻ്റെ ആവശ്യത്തിന് വന്നതാണ് എന്ന് സങ്കടത്തോടെ അർച്ചനയെ നോക്കിക്കൊണ്ട് സച്ചി പറയുവാണ്ടോ. ഈ സമയം നവീൻ കൃഷ്ണയുണ്ടല്ലോ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തുക. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഈ പെൺകുട്ടി അറിയുമെന്നോ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടുപ്പമുണ്ട്. ഇതേ, ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യയായത്. അല്ല, താനെങ്ങനെയാണ് ഇവിടെ എത്തിയത്? മോൾക്കുട്ടി എങ്ങനെയാണ് ഗാഥയെ കണ്ടത്? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ ഞാൻ ചുമ്മാ പുറത്തൊക്കെ വന്നിറങ്ങി ചുറ്റിക്കറങ്ങി കാണാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാ. അപ്പോളാ ക്ഷേത്രത്തിലേക്ക് വന്ന മോൾക്കുട്ടീനെ കണ്ടത്. പിന്നെ മോളിക്കുട്ടിയുടെ ഒപ്പം തന്നെ ഇങ്ങ് വരാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഇപ്പം ഞാൻ വന്നല്ലോ, ഇനി നമുക്ക് എന്താണെങ്കിലും ഒന്നിച്ച് പോകാം. താൻ വന്ന് വണ്ടി കയറുകതാ. അയ്യോ, അത് വേണ്ട. എന്താണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മോളിക്കുട്ടിയുടെ ഒപ്പമല്ലേ വന്നത്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ മോളിക്കുട്ടിയുടെ ഒറ്റക്കാക്കുന്നത് ശരിയല്ലല്ലോ, അതൊരു രാത്രിയിൽ. അതുകൊണ്ട് ഞാൻ മോളിക്കുട്ടിയുടെ ഒപ്പം തന്നെ വന്നോളാം. അത് പറ്റില്ല, മോളിക്കുട്ടി ഒറ്റക്കാവരുത്, അതല്ലേ ഉള്ളൂ പ്രശ്നം. ദേ മാണിക്കുഞ്ഞെ, താനിങ്ങ് വന്നേ. താതെ മോളിക്കുട്ടിയുടെ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങ് വന്നാൽ മതി. അയ്യോ എൻ്റെ സാറേ, അങ്ങനെ പറയല്ലേ, ഞാൻ സാറിൻ്റെ കൂടെ വന്നോളാം. തന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. മോളിക്കുട്ടി, ഇയാളെയും കൂടി കൂടെ കൂട്ടിക്കോ. ഗാഥ, താൻ വാ, ഒന്ന് വണ്ടി കയറ് എന്നും പറഞ്ഞ് ഗാഥേനെ ബലമായിട്ട് വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുവാണ്ടോ നവീൻ. എന്നിട്ട് കൃഷ്ണയും കൂട്ടി നവീൻ കാറും എടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മാണിക്കുഞ്ഞാണെങ്കിൽ, അയ്യോ സാറേ പോവല്ലേ, എന്നെയും കൂടി കൊണ്ടുപോ എന്നും പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും നവീൻ മൈൻഡാക്കുന്നില്ല. ഇതേ സമയം സച്ചിയും അർച്ചനയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ മാണിക്കുഞ്ഞാണെങ്കിൽ ബസ്സിൽ പിടിച്ച് മോൾക്കുട്ടിയുടെ ഓട്ടോറിക്ഷ കയറാതെ നിൽക്കുവാണ്. ഈ സമയം മോൾക്കുട്ടി പറയണേ, അല്ല നിങ്ങളപ്പോൾ കയറുന്നില്ലല്ലോ. കയറുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്നോ. ഇവിടെ കാട്ടാനയോ മറ്റോ ഇറങ്ങുന്ന സമയമെന്ന് തോന്നുന്നു. കുറച്ച് നേരം മുമ്പ് ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനെന്താണെങ്കിലും പോകുക. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടി ഓട്ടോയിലേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ആനയുടെ ഒച്ച കേൾക്കുന്നതും മാണിക്കുഞ്ഞും പേടിച്ച് വേഗം തന്നെ ഓട്ടോയിലേക്ക് ഓടിക്കയറുക.
അല്ല നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ ഓട്ടോയിൽ കയറില്ലെന്ന്? എൻ്റെ പൊന്നെ, ആദ്യം നീ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇനി വല്ല ആനയായിരിക്കും ചവിട്ടിക്കൊല്ലാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നവീനെയും കൃഷ്ണനെയാണ് കേട്ടോ. ഈ സമയം നവീൻ കൃഷ്ണൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണയും പെട്ടെന്നൊന്ന് പേടിച്ചു പോകുവാണ്. ഇനി എങ്ങോട്ടാ വഴി എന്നറിയാതെ നവീനൊന്ന് സംശയിച്ച് നിൽക്കുക. ഈ സമയം കൃഷ്ണ പറയണേ, ദേ ആ വശത്തേക്കാണ് പോകേണ്ടത്, ആണോ? തനിക്കുറപ്പാണോ? പിന്നല്ലാതെ. അന്നേരം കൃഷ്ണ പറഞ്ഞ സ്ഥലത്തേക്കല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് നവീൻ വണ്ടി എടുക്കുക. അതുകൊണ്ട് കൃഷ്ണ പറയണേ, അല്ല അപ്പുറത്തേക്കാണ് പോകേണ്ടത്, പിന്നെന്തിനാ നവീൻ ഇങ്ങോട്ട് വിളിച്ചത്? എടോ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നേരം വെളുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. അയ്യോ അതെന്തിനാ ഈ തണുപ്പത്തും മഞ്ഞത്തും ഒക്കെ? ഓ ആരെയാ പറയുന്നത്? രാത്രിയായപ്പോൾ കാടാസ്വദിക്കാനായിട്ട് മോളിക്കുട്ടിയുടെ ഒപ്പം വണ്ടിക്ക് ഇറങ്ങി പുറപ്പെട്ട ആളല്ലേ ഈ നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നന്നായി. അത് കാരണമല്ലേ നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കുറച്ച് സമയം നമ്മുടേതായ രീതിയിൽ മാത്രം സ്വകാര്യമായിട്ട് കിട്ടിയത്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം നമ്മുടേത് മാത്രമായി ലോകത്തേക്ക് പോകാൻ പോകുന്നു, ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകുന്നു. അതിലിനി അതിപ്പോൾ ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് കൃഷ്ണയും കൂട്ടി നവീൻ കാട് മുഴുവൻ ചുറ്റിക്കറങ്ങുവാണ്. ഇതേ സമയം മോളിക്കുട്ടിയും മാണിക്കുഞ്ഞും കൂടി ഓട്ടോയിൽ പോകുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. മാണിക്കുഞ്ഞാണെങ്കിൽ ഓട്ടോയെക്കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് മര്യാദ ഓടിക്കാനൊന്നും അറിയില്ല, ഇത് ഒച്ച നീങ്ങുന്ന പോലെയാണല്ലോ നിൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, നിന്നെയൊക്കെ ആരാ ഡ്രൈവിംഗ് ഓടിപ്പിച്ചത്? ഓ ഈ ഓട്ടോയിൽ ഇരിക്കാനും നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല. അങ്ങനെ ഓട്ടോയെ കുറ്റം പറയുമ്പോൾ മോളിക്കുട്ടിക്ക് ഇങ്ങനെ ദേഷ്യം വരുക. ദേ എൻ്റെ ഓട്ടോനെ പറഞ്ഞാലുണ്ടല്ലോ, എന്നെ താൻ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ ഓട്ടോയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഓ തനിക്ക് അത്രയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താനൊന്ന് ഓടിച്ച് കാണിക്ക്. താൻ ഓടിക്കുന്ന പോലത്തെ ലക്ഷറി കാർ ഓടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലേ ഈ ഓട്ടോ ഓടിക്കുന്നത്? അത് കുറച്ച് പാടാം. ഓ പിന്നെ എന്ത് പാട്? ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ പറപ്പിച്ച് വിടുന്നത് നിനക്ക് കാണായിരുന്നു. ആണോ? എന്നാൽ ഇയാളൊന്ന് കാണിച്ചേ എന്നും പറഞ്ഞ് മോളിക്കുട്ടി വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുവാണ് കേട്ടോ. മോളിക്കുട്ടി ബാക്കിലും വന്നിരിക്കുന്നുണ്ട്. അന്നേരം മാണിക്കുഞ്ഞാണെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങുന്നതും നിയന്ത്രണം വിട്ട് എവിടെയോ പതിയെ കൊണ്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പെട്ടെന്ന് നിന്ന് പോകുവാണ്. അതുകൊണ്ട് മോളിക്കുട്ടി മാണിക്കുഞ്ഞിനോട് ദേഷ്യപ്പെടണേ, എന്തവിടെ താൻ ഈ കാണിച്ചത്? ഇതാണോ തൻ്റെ വണ്ടി ഓടിക്കൽ? ഇപ്പം മനസ്സിലായോ താൻ പറയുന്നത് പോലെ ഇതൊന്നും അത്ര എളുപ്പമല്ലെന്നും? ഈശ്വര, എൻ്റെ വണ്ടി നശിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ഏത് നേരത്താണോ ഇയാളുടെ വാക്കൊക്കെ കേട്ട് വണ്ടിയെടുത്ത് ഇയാൾക്ക് ഓടിക്കാൻ കൊടുക്കാൻ തോന്നിയത്? അങ്ങോട്ട് ഇറങ്ങടോ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞിനെ പിടിച്ചിറക്കുവാണ്. അങ്ങനെ മോളിക്കുട്ടി കുറേ നേരം അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് പറയണേ, എന്താണെങ്കിലും ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഇത് നോക്കി നിന്നാലേ ഞാൻ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടേ ഞാൻ വല്ല നടന്നു പോകാൻ പോകുക. ഈ പാട്ട ഇനി ശരിയാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്നേരം മോളിക്കുട്ടിയും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുക. എടോ നിൽക്കടോ, എന്നെ ഈ രാത്രി ഇവിടെ ഒറ്റക്കാക്കിയിട്ട് താൻ പോകുവാണല്ലേ? ഏതെങ്കിലും ഏഴജന്തുക്കളോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളോ വന്നാലോ? ഓ വന്നാലും നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല, നിന്നെ കണ്ടാലേ അവറ്റകൾ പേടിച്ചോടും എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോഴേക്കും അവിടെ വീണു പോകുവാണ്. ഈ സമയം അത് കണ്ട് മോളിക്കുട്ടി ചിരിക്കുക. തനിക്ക് അങ്ങനെ തന്നെ വേണോർത്തോ? എന്നെ ഈ കാട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പോകാൻ നോക്കിയതല്ലേ, താൻ അനുഭവിക്ക്. ഈ സമയം മാണിക്കുഞ്ഞ് കരഞ്ഞു വിളിക്കണേ, അയ്യോ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കടി, എനിക്ക് ശരീരം വേദനിക്കുന്നേ, എണീക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരയുവാണ് കേട്ടോ. ഈ സമയം അലിവ് തോന്നിയിട്ട് മോളിക്കുട്ടി മാണിക്കുഞ്ഞിനെ പിടിച്ചെണീപ്പിക്കുവാണ്. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു, ഇവിടെ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മോളിക്കുട്ടി ഓട്ടോയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് മാണിക്കുഞ്ഞിൻ്റെ മരുന്നിലൊക്കെ മുറിവൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, അതെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. തന്നെപ്പോലെ ഒരു കാണ്ടാമൃഗമല്ല ഞാൻ. എൻ്റെ മനസ്സിൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടായിപ്പോയി. ഇങ്ങ് വാ, കുറച്ച് നേരം ഓട്ടോയിൻ്റെ ഉള്ളിൽ കയറി തന്നെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞിനവിടെ ഓട്ടോയിൽ പിടിച്ചിരുത്തുവാണ്. ഇതേ സമയം കൃഷ്ണയെ നവീനുവാണെങ്കിൽ കാടിലൊരു സ്ഥലത്തിറങ്ങി അവിടുത്തെ നിലാവും വെളിച്ചമൊക്കെ ആസ്വദിച്ച് നിൽക്കുവാണ് കേട്ടോ. അന്നേരം കൃഷ്ണയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നവീൻ ആ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണേ. സത്യം പറയാലോ, എത്ര നേരം വേണമെങ്കിലും തന്നോടൊപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിൽക്കാൻ തോന്നും. സമയം പോകുന്നതേ അറിയില്ല. എന്ത് രസമാണ് ഈ ഇരുട്ടത്ത് ഈ നിലാവ് കണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കാൻ, അല്ലേ കഥ? കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഈ ഇരുട്ടൊക്കെ മാറും, നിലാവൊക്കെ പോകും, വെളിച്ചം വരും, എല്ലാം പഴയതുപോലെ ആകും. ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെ മാറിയാലും ശരി, താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് എന്ത് കാഴ്ചയും കാണാൻ തോന്നും. താൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി കഥ. ജീവിതകാലം മുഴുവൻ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ തൻ്റെ ഈ കൂട്ട് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ നവീൻ തൻ്റെ പ്രണയം കൃഷ്ണയോട് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് കേട്ടോ. നവീൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നതും കൃഷ്ണക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും നവീൻ്റെ വാക്കുകളിൽ മനസ്സ് നിറഞ്ഞ് പ്രണയത്തോടു കൂടി നവീനെ തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചന കാറിൽ പോകുന്നതാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ചും അർച്ചനയ്ക്ക് ഓർമ്മ വരാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് അർച്ചന കടന്നു വന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും അർച്ചന ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ അതൊന്നും പ്രകടിപ്പിക്കാതെ സങ്കടത്തോടെ ഇരിക്കുവാണ്. ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ എന്താ അർച്ചന ഒന്നും പറയാത്തത്? തനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ? അന്നേരം അർച്ചന പറയണേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ അർച്ചനയല്ല, സമൃദ്ധയാണ്. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എനിക്കറിയാം. പക്ഷേ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ദയവ് ചെയ്തു ഈ കാര്യങ്ങൾ ഇനി വീണ്ടും എന്നോട് പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചിനെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ അർച്ചനയുടെ വാക്കുകളൊക്കെ കേട്ട് സച്ചിക്ക് വളരെ സങ്കടമാകുവാണ് കേട്ടോ. ഈ സമയം അർച്ചനയും ഉള്ളിൽ സങ്കടപ്പെട്ടുകൊണ്ട് പറയണേ, എന്നോട് ക്ഷമിക്ക് സച്ചിയേട്ടാ. എനിക്ക് സച്ചിയേട്ടൻ്റെ മനസ്സിലെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ കുറച്ച് നാൾ കൂടി ഇതെനിക്ക് തുടർന്നേ പറ്റൂ. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ എൻ്റെ സച്ചിയേട്ടൻ്റെ അരികിലേക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെത്തും. അതുവരെ സച്ചിയേട്ടനോട് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണ്. ഈ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയണേ, മുമ്പിലാകെ കോട വീണു. ഇനിയിപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റില്ല. കുറച്ച് നേരം കോട മാറുന്നത് പോലെ എന്താണെങ്കിലും റെസ്റ്റ് എടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം ഓട്ടോയിൽ തണുത്ത് വിറച്ചിരിക്കുന്ന മാണിക്കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്. അന്നേരം മാണിക്കുഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുവാണെന്ന് മനസ്സിലാക്കി മോളിക്കുട്ടി താനിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ കോട്ടുണ്ടല്ലോ അത് ഊരിയിട്ട് മാണിക്കുഞ്ഞിന് കൊടുക്കണേ. ഇതിട്ടോ, തണുപ്പിനും കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ നീ ഇട്ട കോട്ട് ഞാനിടാനോ? എത്ര ദിവസമാണ് നീ ഇതേ കോട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ആർക്കറിയാം? അപ്പോൾ അതിന് മുഷ്ണ നാറ്റമൊക്കെ ഉണ്ടാവില്ലേ? അതിന് ഞാനിടണോ? അന്നേരം അതേക്കുമ്പോൾ മോളിക്കുട്ടിക്കും ദേഷ്യം തന്നെ. ഓ, അല്ലെങ്കിലും തന്നോടൊക്കെ ഒരു സഹായത്തിന് പോയാൽ എന്നെ വേണം പറയാനായിട്ട്. താനേ ഇവിടെ തണുത്ത് മരവിച്ചങ്ങിരിക്കും. അന്നേരം മാണിക്കുഞ്ഞു പറയണേ, അല്ലെങ്കിൽ വേണ്ട, അത് തന്നേക്കും. തനിക്കിനി തരുന്നില്ല. ഇത്രയും നേരം കുറ്റം പറഞ്ഞതല്ലേ? എൻ്റെ ഈ പാട്ടവണ്ടിയിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടല്ലേ, ചീഞ്ഞ നാറ്റം ഉണ്ടാവും. അതുകൊണ്ട് താനിത് ഉപയോഗിക്കേണ്ട. തനിക്കിത് തരാനും പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. തണുത്തിട്ട് വയ്യ, പ്ലീസ് അത് തരുമോ? അങ്ങനെ മോളിക്കുട്ടി ആ കോട്ട് മാണിക്കുഞ്ഞിന് കൊടുക്കുവാണ് കേട്ടോ. മാണിക്കുഞ്ഞങ്ങനെ ആ കോട്ടൊക്കെ ഇട്ട് നിൽക്കുവാം. അതൊക്കെ കാണുമ്പോൾ മോളിക്കുട്ടിക്ക് ചിരി വരുവാണ്. മാണിക്കുഞ്ഞും ഈ സമയം പതിയെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം വഴക്കിട്ടാണെങ്കിലും പതിയെ പ്രണയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അവർ പതിയെ സെറ്റായിട്ടൊക്കെ വരുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ നവീൻ്റെ തോളത്ത് കിടന്നുറങ്ങുന്ന കൃഷ്ണേനെയാണ് കേട്ടോ. ഈ സമയം നവീനും ഒത്തിരി സന്തോഷത്തോടെ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് കൃഷ്ണയുടെ മുടിയിൽ തലോടെ ഈ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയുടെ കൈ പിടിച്ച് കയ്യിലൊരുമ്മ കൊടുക്കുവാണ് നവീൻ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നവീൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാതേനെയാണ്. ഈ നവീൻ എന്താ ഫോൺ എടുക്കാത്തത്? അന്നേരം സിത്താര പറയുന്നുണ്ട്, നവീൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. കാടിൻ്റെ ഉള്ളിൽ ഫോണിന് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത്. നീ സമാധാനമായിട്ടിരിക്കും. ഈ സമയം ഗാഥ ചോദിക്കുന്നുണ്ട്, സിരി ചേച്ചി, ആ കൃഷ്ണ ഇന്നലെ തന്നെ ഇവിടെ നിന്ന് പോയില്ലേ? പോയിട്ടുണ്ട്. മോൾക്കുട്ടിയുടെ ഓട്ടോയും കാണുന്നില്ല. അവൾ പോയാൽ അവൾക്ക് കൊള്ളാം. അല്ല, അവൾ പൂജ പകുതിയാക്കി പോയി കഴിഞ്ഞാൽ അവളെ സർപ്പം കൊത്തുവന്നോ, അവളുടെ ജീവനം തന്നെ ആപത്താണെന്നൊക്കെയാണല്ലോ കേട്ടത്. അവൾ ചത്തോ ജീവിച്ചോ എന്തായും എങ്ങനെയാണെന്നറിയാം. അവൾ ചത്തു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നും അവളൊരു വെല്ലുവിളിയാണ്. അവളില്ലാതായാലേ എനിക്ക് സമാധാനത്തോടെ എന്നെ നവീൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂ. അന്നേരം സിത്താര പറയണേ, ഗാഥ, ഈ വക സംസാരങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നീ ഇപ്പോൾ പ്രതിശുദ്ധിയോടുകൂടി പൂജ ചെയ്യാൻ നിൽക്കുന്നവളാണ്. അങ്ങനെയുള്ളപ്പോൾ ശരീരത്തിന് മാത്രമല്ല ശുദ്ധി വേണ്ടത്, മനസ്സിനും കൂടി ശുദ്ധി വേണം. നീ വേഗം ചെന്ന് റെഡിയായിക്കേ. നവീൻ വരുമ്പോൾ നീ റെഡിയാവാതെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. വേഗം ചെല്ലും എന്ന് പറഞ്ഞ് ഗാഥയെ റെഡിയാകാനായിട്ട് പറഞ്ഞേക്കുവാണ്. ഗാഥ അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടോ നവീൻ കൃഷ്ണയും കൂട്ടി അവിടെ എത്തുന്നത്. ഈ കാഴ്ച കണ്ട് സിത്താരയും സിനിയൊക്കെ ഷോക്കാകുവാണ്. മാഡം, ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗാഥേനെ കണ്ടു. ഇയാൾ രാത്രിയിൽ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് മോളിക്കുട്ടിക്കൊപ്പം ഓട്ടോയിൽ പോകുമായിരുന്നു. ഞാൻ ഇയാളെ കൈയോടെ പിടികൂടി കൊണ്ടുവന്നു. എന്തുപറ്റി? എന്താ മാഡം ഒരു ഷോക്കായി നിൽക്കുന്ന പോലെ തോന്നുന്നത്? അല്ല, ഇയാളെ മാഡത്തോട് പറയാതെയാണോ പുറപ്പെട്ടത്? ഏയ് അല്ല നവീൻ, ഗാഥ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുമെന്ന്. പിന്നെ മോളിക്കുട്ടിയുടെ കൂടെയാണല്ലോ പോകുന്നത്, അപ്പം ഞാനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മാഡം, ഇന്നലെ ഇയാളെ ഞാൻ മോളിക്കുട്ടിയുടെ അടുത്ത് നിന്ന് കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും ഞങ്ങൾ കാട് മുഴുവനൊന്ന് ചുറ്റിക്കറങ്ങി. സത്യം പറയാലോ, ജീവിതത്തിലെ വളരെ മനോഹരമായ ചില നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങൾ രണ്ടുപേരും അത് ഒത്തിരി എൻജോയ് ചെയ്തു. ഈ സമയം അതൊക്കെ കേട്ടിട്ട് സിതാര ടെൻഷനോട് കൂടി നിൽക്കുവാണ്. എന്നാൽ പിന്നെ നവീൻ വേഗം റെഡിയായിട്ട് വാ, പൂജക്കുള്ള സമയമായി. ഞാൻ വേഗം വരാം എന്നും പറഞ്ഞ് നവീനോട് നിന്നും പോകുവാണ്. ഈ സമയം സിത്താര ചോദിക്കണേ, മോളെ എന്താ ഉണ്ടായത്? അത് പിന്നെ മാഡം എന്ന് പറഞ്ഞാൽ കൃഷ്ണ പറയാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ ഗാഥ കൃഷ്ണയുടെ കൈ പിടിച്ച് ദേഷ്യത്തിൽ ചോദിക്കുന്നത്, എടി, നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് നീ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവുമായിട്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുമായിരുന്നല്ലേ എടി, നാണം കെട്ടവളെ. അയ്യോ ഗാഥ, അങ്ങനെയൊന്നുമല്ല.
ഗാഥയ്ക്ക് നീ ഒരു ശല്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ മുളക്കുടിയുടെ ഒപ്പം പൂജ മുടങ്ങിയ പ്രശ്നമാകുമോ എന്നറിഞ്ഞിട്ടും ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ നവീൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു പെട്ടതാണ്. ഓ, നവീനെ കണ്ടത് നീ നവീൻ്റെ കൂടെ അങ്ങ് കയറിപ്പോയല്ലേടി. മനോഹരമായ നിമിഷങ്ങളായിരുന്നു എന്ന് അല്ലേ? സത്യം പറഞ്ഞാൽ ഈ കേട്ട കാര്യത്തിനൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ കാരണം നോക്കി പൊട്ടിച്ചിട്ട് വേണമായിരുന്നു ഞാൻ ചോദ്യം ചെയ്യാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു നല്ല കാര്യത്തിന് തയ്യാറായി നിൽക്കുക. അത് കാരണം നിന്നോട് കൂടുതലൊന്നും പറയാത്തത്. ദേ, ഇതുപോലെ ഓരോ കൊനഷ്ട വിലകൾ കാണിച്ച് ഇനിയും നീ എൻ്റെ നവീനമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല. പൂജാ സമയത്തെങ്ങാനും എനിക്ക് പകരം നവീൻ്റെ ഒപ്പം കയറിയിരിക്കാന്നുള്ള മോഹം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം. ആ സമയത്തിന് നിന്നെ നവീൻ്റെ ഒപ്പം എങ്ങാനും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഭാവിയാണ് എന്നുള്ള കാര്യമെല്ലാം ഞാൻ മറക്കും. എല്ലാം ഞാൻ വിളിച്ചു കൂവി പറയും. മനസ്സിലായോടി എന്നും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് പോകുവാണ്ടോ ഗാഥ. അങ്ങനെയും ഗാഥയുടെ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന കൃഷ്ണയാണല്ലോ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്